സുസ്ലോൺ ഓഹരികൾ 3% നേട്ടം വിപണിയിൽ പ്രകടമാക്കി. കമ്പനിയുടെ 4ാം പാദ ഫലങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. കണക്കുകൾ നോക്കിയാൽ ലാഭത്തിൽ ഒരു കുറവ് നമുക്ക് ഇത്തവണ കാണാൻ സാധിക്കുന്നുണ്ട്. എങ്കിലും 2026 പ്രവർത്തന മികവിൽ കരുത്തുറ്റ വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുൻവർഷം ഇതേ കാലയളവിൽ ഉണ്ടായിരുന്ന 3790 കോടി രൂപയിൽ നിന്ന് കമ്പനിയുടെ വരുമാനം 45% വർദ്ധിച്ച് 5494 കോടി രൂപയിലെത്തി. അതേസമയം പ്രോഫിറ്റിൽ 5.8% കുറവാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ 1182 കോടി രൂപയിൽ നിന്ന് ഇത് 1114 കോടി രൂപയായാണ് മാറിയത്. കമ്പനിയുടെ പ്രവർത്തന ലാഭമായ എബിഡ 39% വർധനവോടെ 965 കോടി രൂപയായി ഉയർന്നുവെന്നതും ശ്രദ്ധേയമാണ്. എന്നാൽ എബിഡ മാർജിൻ മുൻവർഷത്തെ 18.3% നിന്നും നേരിയ തോതിൽ കുറഞ്ഞ് 17.6% രേഖപ്പെടുത്തി. ഭൂരിഭാഗം അനലിസ്റ്റുകളും ഓഹരിക്ക് മുന്നേറ്റമാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഓഹരിക്ക് ബൈ റേറ്റിംഗ് നിലനിർത്തിയ ബ്രോക്കറേജ് സ്ഥാപനമായ സിസ്റ്റമാറ്റിക്സ് 71 രൂപ എന്ന ടാർഗറ്റ് വിലയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇത് നിലവിലെ വിപണി വിലയിൽ നിന്നും ഏകദേശം 30% ലാഭസാധ്യത സൂചിപ്പിക്കുന്നു. ഇന്ത്യയിലെ കാറ്റാടി ഊർജ്ജ മേഖലയിലെ കമ്പനിയുടെ നേതൃസ്ഥാനവും പ്രൊജക്ടുകൾ കൃത്യമായി നടപ്പിലാക്കാനുള്ള മെച്ചപ്പെട്ട ശേഷിയും ഹൈബ്രിഡ് FDRE പ്രൊജക്ടുകളിലെ വർദ്ധിച്ച ശ്രദ്ധയുമാണ് ഈ ശുഭാപ്തി വിശ്വാസത്തിന് പിന്നിൽ. ഏകദേശം 25 ഗിഗാവാട്ടിന്റെ വിപുലമായ പ്രൊജക്ടുകളുമായി ഒരു ഇന്റഗ്രേറ്റഡ് പ്ലാറ്റ്ഫോമിലേക്കുള്ള സുസ്ലോണിന്റെ മാറ്റം പ്രവർത്തനങ്ങളിൽ കൂടുതൽ നിയന്ത്രണം കൊണ്ടുവരുമെന്നും വിപണിയിൽ വലിയ സ്വാധീനം ചെലുത്തുമെന്നും സിസ്റ്റമാറ്റിക്സ് വിലയിരുത്തുന്നു. പുതുക്കിയ കണക്കുകൾ പ്രകാരം ലാഭവിഹിതത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിലും 2026-2028 സാമ്പത്തിക വർഷങ്ങൾക്കിടയിൽ വരുമാനത്തിൽ 21%, പ്രവർത്തന ലാഭത്തിൽ 28% വാർഷിക വളർച്ച കൈവരിക്കാൻ കമ്പനിക്ക് സാധിക്കും എന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. മോത്തിലാൽ ഒസ്വാളും സുസ്ലോൺ എനർജിക്ക് ബൈ എന്ന റേറ്റിംഗ് നിലനിർത്തുകയും 65 രൂപ ലക്ഷ്യവിലയായി നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് നിലവിലെ വിലയേക്കാൾ ഏകദേശം 20% ലാഭസാധ്യതയെ സൂചിപ്പിക്കുന്നുണ്ട്. പുതിയ ഓർഡറുകൾ ലഭിക്കുന്നതിന്റെ വേഗത, 2027-28 സാമ്പത്തിക വർഷങ്ങളിലെ പ്രൊജക്ട് ഡെലിവറികൾ, ഇൻസ്റ്റാളേഷനുകൾ എന്നിവ കമ്പനിയുടെ നിലവിലെ വളർച്ച നിലനിർത്തുന്നതിൽ നിർണായകമാകുമെന്ന് ബ്രോക്കറേജ് ചൂണ്ടിക്കാണിക്കുന്നു. എങ്കിലും കമ്പനിയുടെ വിൻഡ് ടർബൈൻ ജനറേറ്റർ വിഭാഗത്തിലെ പ്രവർത്തന ലാഭം മുൻ പാദത്തിലേതുപോലെ 13.7% തന്നെ മാറ്റമില്ലാതെ തുടരുന്നത് മോത്തിലാൽ ഒസ്വാൾ ശ്രദ്ധയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇത് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതിയിൽ രേഖപ്പെടുത്തിയ 15-16% കുറവാണ്. കൂടാതെ മൊത്തം ഓർഡറുകളിൽ EPC ബിസിനസിന്റെ പങ്ക് വർദ്ധിക്കുന്നത് വരും കാലങ്ങളിൽ കമ്പനിയുടെ പ്രവർത്തന മൂലധനത്തിന്മേൽ ചെറിയ സമ്മർദ്ദം ഉണ്ടാക്കിയേക്കാമെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. JM ഫിനാൻഷ്യലും സുസ്ലോൺ എനർജിക്ക് ബൈ റേറ്റിംഗ് നിലനിർത്തുകയും 65 രൂപ തന്നെ ടാർഗറ്റ് വിലയായി നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് വിപണി വിലയേക്കാൾ 20% വർധനവ്. 2025 മാർച്ചിലെ 5025 മെഗാവാട്ടിൽ നിന്നും നിലവിൽ 5892 മെഗാവാട്ടായി ഉയർന്ന കമ്പനിയുടെ ശക്തമായ ഓർഡർ ബുക്കിനെ ബ്രോക്കറേജ് എടുത്തു പറയുന്നുണ്ട്. ഈ ഓർഡറുകളിൽ 88% 3 ടൈംസ് മെഗാവാട്ട് സീരീസിൽ നിന്നുള്ളവയും 51% വ്യാവസായിക ഉപഭോക്താക്കളിൽ നിന്നുള്ളവയുമാണ്. വൈകുന്നേരങ്ങളിൽ വൈദ്യുതി ആവശ്യകത വർദ്ധിക്കുന്ന സമയത്ത് കാറ്റിൽ നിന്നുള്ള വൈദ്യുതി ലഭ്യമാകുന്നത് ഈ മേഖലയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ടെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. കൂടാതെ മിഡിൽ ഈസ്റ്റിലെ പ്രതിസന്ധികൾ പരോക്ഷമായി കാറ്റാടി ഊർജ്ജത്തിന്റെ പ്രസക്തി വർദ്ധിപ്പിച്ചുവെന്നും നിലവിൽ വിൻഡ് പോർട്ട്ഫോളിയോകളിൽ നിന്നുള്ള വിൽപ്പന വലിയ ലാഭം നേടിക്കൊടുക്കുന്നുണ്ടെന്നും JM ഫിനാൻഷ്യൽ നിരീക്ഷിക്കുന്നുണ്ട്. അതേസമയം നുവാമ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് സുസ്ലോൺ എനർജിയുടെ റേറ്റിംഗ് ഹോൾഡ് എന്ന നിലയിലേക്ക് താഴ്ത്തുകയും 55 രൂപ ലക്ഷ്യവിലയായി നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് നിലവിലെ വിലയിൽ നിന്നും വെറും 3% വർധനവിനെയാണ് സൂചിപ്പിക്കുന്നത്. എങ്കിലും FDRE, RTC, ഹൈബ്രിഡ് ടെൻഡറുകളുടെ വർധനവും PSO പ്രൊജക്ടുകളിലെ മുന്നേറ്റവും കമ്പനിക്ക് ഗുണകരമാകുമെന്ന് ബ്രോക്കറേജ് പറയുന്നുണ്ട്. നിലവിൽ സുസ്ലോണിന്റെ ഓർഡർ ബുക്കിന്റെ 51% വ്യാവസായിക വാണിജ്യ വിഭാഗങ്ങളിൽ നിന്നായതിനാൽ ഈ മേഖലയിലെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ കമ്പനിക്ക് മികച്ച അവസരമുണ്ടെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. സുസ്ലോൺ എനർജിയുടെ നിലവിലെ സാങ്കേതിക സൂചനകൾ വിശകലനം ചെയ്താൽ ഓഹരി ഒരു നിർണായകമായ ബ്രേക്ക്ഔട്ട് ഘട്ടത്തിലാണെന്ന് വ്യക്തമാണ്. ദീർഘകാലാടിസ്ഥാനത്തിൽ ശക്തമായ ബുള്ളിഷ് ട്രെൻഡ് നിലനിർത്തുന്ന ഈ ഓഹരി നിലവിൽ പ്രധാനപ്പെട്ട എല്ലാ മൂവിംഗ് ആവറേജുകൾക്കും മുകളിലാണ്. ചാർട്ടുകളിൽ തുടർച്ചയായി രൂപപ്പെടുന്ന ഹയർ ടോപ്പ് ഹയർ ബോട്ടം പാറ്റേൺ വരും മാസങ്ങളിലും വില ഉയരാനുള്ള സാധ്യതയെ ബലപ്പെടുത്തുന്നുണ്ട്. നിലവിൽ 55 രൂപ നിലവാരത്തിൽ ശക്തമായ റെസിസ്റ്റൻസ് നേരിടുന്നുണ്ടെങ്കിലും ഇത് മറികടന്നാൽ വില 65 മുതൽ 71 രൂപ വരെ ഉയരാനുള്ള സാധ്യതയുണ്ട്. അതേസമയം വിലയിൽ ഇടിവാണ് ഉണ്ടാവുന്നതെങ്കിൽ 48-44 രൂപ നിലവാരത്തിൽ ശക്തമായ സപ്പോർട്ട് ഉണ്ടാകാം. 60 മുതൽ 65 നിലവാരത്തിലുള്ള RSIയും പോസിറ്റീവ് MACD ക്രോസ് ഓവറും ഓഹരിയിൽ ഇനിയും കുതിപ്പിനുള്ള ശേഷിയുണ്ടെന്ന് സൂചിപ്പിക്കുന്നു. മികച്ച ട്രേഡിംഗ് വോളിയം, വൻകിട നിക്ഷേപകരുടെ താൽപര്യവും കണക്കിലെടുക്കുമ്പോൾ 55 രൂപ എന്ന കടമ്പ കടക്കുന്നതോടെ
സുസ്ലോൺ ഓഹരികളിൽ വലിയൊരു മുന്നേറ്റം പ്രതീക്ഷിക്കാവുന്നതാണ്. കമ്പനിയുടെ കരുത്തുറ്റ ഓർഡർ ബുക്കും അനുകൂലമായ സാങ്കേതിക സൂചകങ്ങളും വരും പാദങ്ങളിൽ വലിയ വളർച്ചയ്ക്കുള്ള സാധ്യത തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. എങ്കിലും വിപണിയിലെ ചാഞ്ചാട്ടങ്ങൾക്കും റെസിസ്റ്റൻസ് നിലവാരങ്ങൾക്കും അനുസൃതമായി കൃത്യമായ പഠനത്തിന് ശേഷം മാത്രം നിക്ഷേപ തീരുമാനങ്ങൾ കൈക്കൊള്ളുക.